നമസ്കാരം. ഭരണഭാരം തലയിലേറ്റി തളരുമ്പോൾ രാജാക്കന്മാർ മൃഗയാവിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. നായാട്ടുകത്തിയും കുന്തവുമൊക്കെ അപ്പോഴവർക്ക് അലങ്കാരങ്ങളാണ്. കാടിനെ അറിയാവുന്നവനും മൃഗങ്ങളുടെ ഗതി അറിയുന്നവനും വേണം വേട്ടയ്ക്കിറങ്ങേണ്ടത്. കാടിളക്കുന്നതോടെ മൃഗങ്ങൾ തേരാപ്പാരാ പായും. ഒറ്റപ്പന്നിയെ വ്യാക്രത്തേക്കാൾ ഭയപ്പെടണം. തേറ്റകൾ പിടിപ്പിച്ച ഒരു കൂരമ്പ് പോലെ മൃഗം വേട്ടക്കാരൻ്റെ നേരെ പാഞ്ഞെടുത്തെന്നും വരും. ഭരണത്തിലിരുന്ന് ഒന്നും ചെയ്യാൻ കഴകത്തില്ല എന്ന് വരുമ്പോൾ അടിമകളെയും ആരാധകരെയും ആനന്ദിപ്പിക്കാനും രസിപ്പിക്കാനും നമ്മുടെ പിണറായി വിജയനും മൃഗയാവിനോദങ്ങൾ തുടങ്ങും. വലയിലും വാരിക്കുന്തത്തിലും നായാട്ടുകത്തിയിലും ഒതുങ്ങാത്ത ഷാജൻ സ്കറിയയാണ് ഈ മൃഗയാവിനോദക്കാരൻ്റെ ഇഷ്ടപ്പെട്ട ഇര. മകൾക്കെതിരെയുള്ള കേസ് മുറുകിയതോടെ കാടിളക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അണികളെ സന്തോഷിപ്പിക്കുക എന്ന പണിയാണ് മൃഗയാ വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഒന്നും നടന്നില്ലെങ്കിൽ വാറുണ്ണിയെപ്പോലെ കുളക്കരയിൽ പോയി ഇളിഞ്ഞ ചിരിയുമായി ഒരിരിപ്പുണ്ട്. ആദ്യം സിനിമയിലെ ഹൈബ്രിഡ് കഞ്ചാവുകൾക്കെതിരെ ആയിരുന്നു വേട്ട. സിനിമയാകുമ്പോൾ 10 പേരറിയും, ഉഷാറാകും. വേട്ടക്കാരെത്തിയതോടെ ഒരുത്തൻ ജനാല വഴി ഓടി കുളത്തിൽ ചാടി രക്ഷപ്പെട്ടു. അതിൻ്റെ പിന്നാലെയായി മാധ്യമങ്ങൾ 2 ദിവസം. സർക്കാരിൻ്റെ ലഹരിവേട്ടയ്ക്കെതിരെ എന്തൊരു ആനന്ദ നൃത്തമാണ് കമ്മികൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ഭയങ്കര സഖാവാണെന്ന് പിണറായി ഭക്തനുമാണെന്നും അറിഞ്ഞതോടെ മൊത്തത്തിൽ അങ്ങ് തണുത്തു. സിനിമാ രംഗം ശുദ്ധീകരിച്ചു എന്നായി പിന്നെ വീരസ്യം. അതിനുശേഷം വേടൻ്റെ പിന്നാലെയായി വേട്ടക്കാർ. ഏതോ വനാന്തരത്തിൽ ദന്തരോഗം പിടിച്ച് പല്ല് കൊഴിഞ്ഞ പുലിയച്ചൻ്റെ പല്ല് വേടൻ ആഭരണമാക്കിയതോടെ ആ വഴിക്കായി വനം വകുപ്പുകാർ. പുലിയെ കൊന്നു പല്ലെടുത്തു എന്ന മട്ടിലായി വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പക. ആൾക്കാർക്കിഷ്ടം വെളുത്ത വിജയനേക്കാൾ കറുത്ത വേടനെയാണെന്ന് മനസ്സിലാക്കിയതോടെ വിജയൻ്റെ വീരസ്യങ്ങളുടെ സദസ്സുകളിലെല്ലാം വേടൻ പാട്ടുപാടി തുടങ്ങി. ശ്രീജിത്ത് പണിക്കർ എഴുതിയതുപോലെ പിണറായി വിജയൻ്റെ ആശയത്തിൽ പിറന്ന ലഹരിക്കെതിരായ സൂംബ ഡാൻസ് ഒരു വശത്ത്, മറുവശത്ത് ലഹരിക്കേസിൽ പ്രതിയായ വേടൻ്റെ റാപ്പർ സംഗീത നിശ. എത്ര നല്ല കേരളം! വേടൻ്റെ നെഞ്ചത്തെ പുലിപ്പല്ലാണ് അപകടമെങ്കിൽ സൂംബ നൃത്തക്കാർ ധരിച്ച ബനിയനിലെ പിണറായി തലയും അപകടമാണ്. വേടൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തവനാണ് മക്കളെ, എന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു. മാതാപിതാക്കളുടെ കണ്ണീര് നമ്മൾ വീഴ്ത്തരുത്. നല്ലവനായി ഞാൻ വീണ്ടും വരും. പിണറായി എന്നെങ്കിലും പറഞ്ഞോ, ഉപദേശകരുടെ കുറവ് കൊണ്ട് എനിക്ക് ചില തെറ്റുകൾ പറ്റി, ഞാൻ നല്ലവനായി വീണ്ടും വരുമെന്ന്. ഇതാണ് വിജയനും വേടനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. തെറ്റുകൾ ഏറ്റുപറയുന്നവൻ്റെ നിറം ഏതായാലും അവൻ്റെ മനസ്സിന് പൊന്നിൻ്റെ നിറമാണ്. കൊല്ലിക്കാൻ ആളെ വിട്ടിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ വിജയൻ എവിടെ? ഉപദേശിക്കാൻ ആളില്ലാത്തതിനാൽ ഞാൻ പിഴച്ചുപോയി എന്ന് പറഞ്ഞ വേടൻ എവിടെ? ഇപ്പോൾ ജില്ലാ സദസ്സുകളിൽ ആൾ കൂടാൻ വേടൻ വരണമെന്നായിരിക്കുന്നു. ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ വിരട്ടിയാൽ വരുന്ന തൊഴിലുറപ്പുകാരും ആശാപ്രവർത്തകരും ഒന്നും ഇപ്പോഴില്ല. എൻ്റെ നിറമാണോ പ്രശ്നമെന്ന് ചോദിച്ച് കരഞ്ഞു നടന്ന കെ രാധാകൃഷ്ണനേക്കാളും എൻ്റെ നിറം പറഞ്ഞ് കളിയാക്കിയെന്ന് പറഞ്ഞ് കരഞ്ഞ മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനേക്കാളും എൻ്റെ ജാതിയാണോ പ്രശ്നമെന്ന് ചോദിച്ച് മുണ്ട് പൊക്കി കാണിച്ച വിനായകനേക്കാളും എത്രയോ മഹാനാണ് നമ്മുടെ വേടൻ. അങ്ങനെ വേടനെ വേട്ടയാടിയും ഷാജനെ വേട്ടയാടിയും ആകെ തളർന്നു പോയ നമ്മുടെ പിണറായി സർക്കാർ വല്ല കരിങ്കുരങ്ങിനെയും കെണിവെച്ച് പിടിച്ച് രസായനമുണ്ടാക്കി തിന്ന് തട്ടുകേട് മാറ്റി വിശ്രമിക്കുക. ജനത്തിന് ഒന്നേ വേണ്ടൂ. കറുത്തതായാലും വെളുത്തതായാലും കഞ്ചാവടിച്ചവനായാലും അവൻ്റെ വാക്കിലും വരിയിലും പ്രവൃത്തിയിലും നേരുണ്ടോ സത്യമുണ്ടോ? അവരാണ് സമൂഹത്തിൻ്റെ ഹീറോ. ഈ വിജയൻ വെറും 0. നന്ദി.